ശിവപഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ അർത്ഥം. നാഗരാജാവിനെ മാലയായി ധരിച്ചവനും 3 നേത്രങ്ങളുള്ളവനും ദിവ്യഭസ്മം ദേഹമാസകലം ചാർത്തിയവനും മഹാനായ തമ്പുരാനുമായവൻ അനശ്വരനായവനും 4 ദിക്കുകളും വസ്ത്രമായി ധരിച്ച് സദാ നിർമ്മലനായവനും ന എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നവനുമായ ആ ശിവന് വന്ദനം. മന്ദാകിനി നദിയിൽ നിന്നുമുള്ള ജലത്താൽ ആരാധിക്കപ്പെട്ടവനും ചന്ദനത്താൽ ലേപനം ചെയ്യപ്പെട്ടവനും നന്ദിയുടെയും പ്രേതങ്ങളുടെയും ചെകുത്താന്മാരുടെയും അധിപനും മഹാനുമായ ഭഗവാൻ മന്ദാരം കൊണ്ടും മറ്റു പല പുഷ്പങ്ങൾ കൊണ്ടും പൂജിക്കപ്പെട്ടവനും മ എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നവനുമായ ആ ശിവന് നമസ്കാരം. അതിവിശിഷ്ടവും ഗൗരിയുടെ പനിനീർ വദനത്തെ പ്രശോഭിപ്പിക്കുന്ന ഉദിച്ചുയർന്ന സൂര്യനെ പോലെ ഉള്ളവനും ദക്ഷൻ്റെ ത്യാഗത്തെ ശമിപ്പിക്കുന്നവനും കാളയുടെ രൂപം ചിഹ്നമായുള്ളവനും ശ്രീനീലകണ്ഠനും ശി എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നതുമായ ആ ശിവൻ വന്ദനം. വസിഷ്ഠൻ, അഗസ്ത്യൻ, ഗൗതമൻ തുടങ്ങിയ ഉത്തമരും ആദരണീയരുമായ മുനിമാരാലും ദേവന്മാരാലും ആദരിക്കപ്പെട്ടവനും പ്രപഞ്ചത്തിൻ്റെ കിരീടമായവനും അഗ്നിയും സൂര്യനും ചന്ദ്രനും 3 കണ്ണുകളായി ഉള്ളവനും വ എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നതുമായ ആ ശിവന് നമസ്കാരം. യജ്ഞത്തിൻ്റെ മൂർത്തിഭാവമായവനും ജടാധരനും കയ്യിൽ ത്രിശൂലമുള്ളവനും അനാദിയായവനും ദിവ്യനും പ്രഭാവമായവനും 4 ദിക്കുകളും വസ്ത്രമായി അണിഞ്ഞവനും യ എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നതുമായ ആ ശിവന് നമസ്കാരം. ഓം നമഃ.